ഒരേ ബസ്സിൽ ഒരേ സമയം ഒരേ സ്ഥലത്തേക്ക് ഒരു സ്ത്രീയും പുരുഷനും യാത്ര ചെയ്യുകയാണ്. പക്ഷേ ഇവർക്ക് രണ്ടു പേർക്കും രണ്ട് നീതിയും രണ്ട് ന്യായവുമാണ്. അത് നടപ്പാകുന്നത് കാണണമെങ്കിൽ KSRTC ബസ്സിൽ യാത്ര ചെയ്താൽ മാത്രം മതി. ചെറിയ ശമ്പളത്തിന് കുടുംബം പോറ്റുന്ന പുരുഷൻ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുമ്പോൾ സ്ത്രീ സൗജന്യങ്ങളുടെ പേരിൽ 10,000 ശമ്പളം വാങ്ങുന്ന സ്ത്രീകൾ അതേ ബസ്സിൽ സൗജന്യമായി യാത്ര ചെയ്യുന്നത് നമുക്ക് നേരിൽ കാണുവാൻ സാധിക്കും. ആ ബസ്സിൽ സൗജന്യം കിട്ടേണ്ടുന്ന നിരവധി സ്ത്രീകൾ ഉണ്ടാകും. പക്ഷേ അതിനോടൊപ്പം തന്നെ സൗജന്യം ലഭിക്കേണ്ടുന്ന പുരുഷന്മാരും വൃദ്ധജനങ്ങളും രോഗികളുമൊക്കെ ഉണ്ടാകും. പക്ഷേ അവരെ ഒന്നും സർക്കാർ കാണുന്നില്ല. മറിച്ച് സർക്കാർ കാണുന്നത് സ്ത്രീകളെ മാത്രമാണ്. ഇവിടെയാണ് നീതികേട് എന്ന കാര്യം നടക്കുന്നത്. സൗജന്യങ്ങൾ നൽകുന്നത് തെറ്റല്ല. പക്ഷേ നൽകുന്ന സൗജന്യം അത് അർഹതപ്പെട്ടവർക്ക് തന്നെയാണോ ലഭിക്കുന്നത് എന്ന് അത് നൽകുന്നവർ അറിഞ്ഞിരിക്കണമെന്ന് മാത്രം. പ്രത്യേകിച്ചും അത് സർക്കാർ നൽകുന്ന സൗജന്യമാകുമ്പോൾ നമുക്ക് ചുറ്റും നിരവധി ആൾക്കാർ രോഗികളായും രോഗികളുടെ കൂടെ യാത്ര ചെയ്യുന്നവരും ഒപ്പം കൂട്ടിരിപ്പുകാരും ഒക്കെയുണ്ട്. പ്രായമായി ജോലി ചെയ്യുവാൻ സാധിക്കാത്ത നിരവധി ആൾക്കാർ ഈ സമൂഹത്തിലുണ്ട്. ഇവരെയെല്ലാം മറന്നുകൊണ്ട് സ്ത്രീകൾക്ക് മാത്രം സൗജന്യ യാത്ര പ്രഖ്യാപിക്കുമ്പോൾ എവിടെയൊക്കെയോ ചില നീതികേടുകൾ കണ്ടെത്തിയാൽ അവരെ നമുക്ക് കുറ്റം പറയുവാനാകുമോ? സ്ത്രീകൾക്ക് സൗജന്യം കൊടുത്തുകൊള്ളൂ. ഒപ്പം ഈ രോഗികളെയും പ്രായമായവരെയും ഒപ്പം കഷ്ടത അനുഭവിക്കുന്ന സമൂഹത്തിലെ മറ്റുള്ള ജനങ്ങളെയും കാണുവാൻ ഈ സർക്കാരിന് സാധിക്കണം. അങ്ങനെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കാരണം അവരും കേരളീയരാണ്. അവരും നമുക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണ്. ലിംഗവിവേചനത്തേക്കാൾ നല്ലത് മനുഷ്യത്വമാണ്. ആ കാര്യം നമ്മുടെ സർക്കാർ ഓർത്തിരിക്കും. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.